ഹായ് ഓൾ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളുടെ ഇത്തവണത്തെ ഓണത്തിനെ കുറിച്ചിട്ട് പറയാനാണ് ഈ വീഡിയോ. രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് ആ വഴി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് സദ്യയൊക്കെ ഉണ്ടാക്കാമെന്ന് ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ടൗണിലോട്ട് പോയപ്പോഴത്തേക്കും പെട്ടെന്ന് പ്ലാൻ മാറ്റി. തിയേറ്ററിൽ പോയി സിനിമ കണ്ടേക്കാമെന്ന് വെച്ചു. കാരണം ഞാനും മോളും മാത്രമേ ഉള്ളൂ. നമുക്ക് മിലാടി ഷെറഫും കൂടെ ആയതുകൊണ്ടാണ് ഇത്തവണ അവധി കിട്ടിയത്. അപ്പോൾ നമ്മൾ നേരെ തിയേറ്ററിൽ പോയി വിശ്വനാഥ് ആൻഡ് സൺസ് കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങൾ ജനനായകൻ കണ്ട അതേ തിയേറ്റർ തന്നെയാണിത്. ഇവിടെ ആകെ 2 തിയേറ്ററൊക്കെ ഉള്ളൂ. അപ്പം വിശ്വനാഥ് ആൻഡ് സൺസ് ഭയങ്കര റിവ്യൂ ഒക്കെ കേട്ടുകൊണ്ട് പോയതാണ്. ഞാൻ ഭയങ്കര വിജയ് ഫാനാണ്. എന്നാലും കുഴപ്പമില്ല, തൽക്കാലം നമുക്ക് സൂര്യയുടെ പടമൊക്കെ കാണാം. അപ്പോൾ പഴയൊരു സൂര്യയൊക്കെ കണ്ടതിൽ കുറച്ച് സന്തോഷമൊക്കെ ആയി. സിനിമയെല്ലാം കണ്ടിട്ട് സദ്യ കഴിക്കാമെന്ന് വെച്ചു. പക്ഷേ ഇവിടെ സദ്യക്ക് ഭയങ്കര വിലയാണ്. ഒരു സദ്യക്ക് 700 രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. തലപ്പാക്കട്ടി മട്ടൻ ബിരിയാണി കഴിച്ച് ഓണമൊക്കെ ആഘോഷിച്ച് തിരിച്ച് ഭയങ്കര ജോളി അടിച്ച് ഞാനും മോളും കൂടെ വീട്ടിൽ കൊണ്ട് കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം നമ്മൾ വീടെല്ലാം വൃത്തിയാക്കി കുറച്ച് ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ വന്നിട്ടുള്ളത് എല്ലാം എല്ലാം ഫിറ്റ് ചെയ്തു. എനിക്ക് ഇത്രയും കുട്ടി ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഷോയിൽ നിന്ന് 100 രൂപയ്ക്കൊക്കെ വാങ്ങിച്ച 2-3 ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളിവിടെയൊക്കെ ഫിറ്റ് ചെയ്ത് കോട്ടേഴ്സിനെ ഒരു വീടിൻ്റെ ഒരു വൈബിലോട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഓണം എന്ന് പറയുന്നത്. പിന്നെ ഇന്നലെ ആണെങ്കിൽ, അതായത് ഉത്രാടത്തിനന്ന് നമുക്ക് സ്കൂൾ ഓണാഘോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാരിയൊക്കെ ഉടുത്തിട്ട് സ്കൂളിൽ പോയി ഒരു മലയാളി മങ്ക ലുക്കിലൊക്കെയാണ് പോയത്. പിന്നെ മോൾക്കാണെങ്കിലും ഒരു പട്ടുപാവാട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെയും മലയാളി ലുക്കിലൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ പട്ടുപാവാട നമ്മുടെ പട്ടുപാവാട അല്ല കിട്ടിയത്, ഇവിടുത്തെ പട്ടുപാവാടയാണ്. എന്തായാലും ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ഇത്തവണത്തെ ഓണം ആഘോഷിച്ചത്.